ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ഈയിടെ റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം അപമാനിക്കുന്നു, അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇമോഷണൽ ആയിട്ട് സംസാരിച്ചിരുന്നു പല ഇന്റർവ്യൂസിലും. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് അതുൽ വ്ളോഗ്സിനെതിരെ ആയിരുന്നു. അതുൽ വ്ളോഗ്സ് അവരെ മോശമായിട്ട്, അവരുടെ പാസ്റ്റിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അവരുടെ കുടുംബത്തിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതേപോലെ അവരുടെ മുൻ വിവാഹത്തെക്കുറിച്ച് പറയുന്നു, അതേപോലെ അവർക്ക് ബിഷപ്പുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, സുധി എന്ന് പറയുന്ന കലാകാരനെ, കൊല്ലം സുധിയെ അവരുടെ പള്ളിയിൽ അടക്കിയതിനെ കുറിച്ച് മോശമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പല ഇന്റർവ്യൂസിലും പ്രതികരിച്ചിരുന്നു. അവരുടെ കുടുംബം മുഴുവൻ പ്രതികരിച്ചിരുന്നു. അവരുടെ ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൽ വളരെ മോശമായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം കാണുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കാരണം അടിച്ചു പൊളിക്കും, അങ്ങനെയൊക്കെ വളരെ ദേഷ്യത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും അതിനെ തുടർന്ന് രേണു തന്നെ അതുലിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു, പോലീസിലൊരു പരാതി കൊടുത്തിരുന്നു. അതുലിങ്ങനെ മോശമായിട്ട് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപം നടത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പോലീസ് അതുലിനെ വിളിപ്പിക്കേണ്ടായി. എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചറിയാൻ അതുലിനെ വിളിപ്പിക്കേണ്ടായിരുന്നു. അപ്പോൾ അതുൽ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി അതിനെക്കുറിച്ച് പോലീസുകാരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതുലിനോടും രേണു സുധിനോടും വരാൻ പറഞ്ഞിരുന്നു. രേണു സുധി വന്നില്ല, പകരം രേണു സുധിയുടെ അച്ഛനായിരുന്നു ചെന്നിരുന്നത്. അതുൽ പോയിരുന്നു. അപ്പോൾ പോലീസുകാർ സംസാരിച്ചു. അതുൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ വേറെ ചില റിയാക്ഷൻ വീഡിയോക്കാരും ചെന്നിരുന്നു, ഡാനി സത്യനെ പോലുള്ള ആളുകളും ചെന്നിരുന്നു. അപ്പൊ അതിൽ അവിടെ ചെന്നു പോലീസുകാർ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഇത് അതുലിന്റെ വെർഷനാണ് കേട്ടോ. പോലീസുകാർ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. പോലീസുകാർ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. പോലീസുകാരെ കുറിച്ച് അതിലൊരു മോശവും പറയുന്നില്ല. എന്നുവെച്ചാൽ അതുലിനോട് അവർ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുമില്ല, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അതിൽ ചെയ്ത വീഡിയോ ഒക്കെ അവർ യൂട്യൂബിൽ എടുത്ത് കണ്ടു. അതിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ രേണുസുധി ആരോപിക്കുന്ന പോലെ മോശമായിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. രേണുസുധിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇങ്ങനെ മോശമായിട്ട് പറയുന്നു, അങ്ങനെ പറയുന്നു, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരുപാട് രേണുസുധിയുടെ അച്ഛൻ പറയുണ്ടായി. അതിനൊക്കെ തെളിവുകൾ നിരത്തി, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, തെളിവുകൾ നിരത്തി തെളിയിച്ചു. എന്തായാലും പോലീസുകാർക്ക് ഇത് ബോധ്യമായി എന്നാണ് അതിൽ പറയുന്നത്. പോലീസുകാര് ഈ അതുലിനോട് വളരെ മാന്യമായി പെരുമാറി തിരിച്ചുവിട്ടു. ഈ സമയത്ത് പുറത്ത് കാത്തിരുന്നിരുന്ന ഡാനിസത്തിനെ പോലുള്ള ആളുകളോട് കോട്ടയത്ത് സ്റ്റേഷനിലായിരുന്നു കേസ്, ചങ്ങനാശ്ശേരി സ്റ്റേഷനിലായിരുന്നു തോന്നുന്നു. അവിടെയുള്ള ആളുകളൊക്കെ രേണുസുധിയെ പരിചയമുള്ള ആളുകളൊക്കെ വന്ന് ഡാനിസത്തിനോടൊക്കെ അവരുടെ കുടുംബത്തിനെ കുറിച്ച് ഒക്കെ മോശമായി സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ അതിൽ പറയണ്ടായി. അപ്പൊ എന്തായാലും ഇന്നലെ രേണുസുധിക്ക് അവിടെ പോകാൻ പറ്റാതെ ആയത് രേണുസുധിക്ക് ഷൂട്ട് ഉള്ളത് കൊണ്ടായിരുന്നു എന്നാണ് രേണുസുധി പറയുന്നത്. ഇന്ന് രേണുസുധി പോലീസ് സ്റ്റേഷനിൽ ചെല്ലണ്ടായി. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാര് പരാതി കൊടുത്ത രേണുസുധിനോട് വളരെ മോശമായി പെരുമാറി എന്നാണ് പറയുന്നത്. രേണുസുധിയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതുപോലെ ചീത്ത വിളിച്ച് സംസാരിച്ചു, രേണുസുധിയെ അപമാനിച്ചു, കോടതിയിൽ പോയി പറയാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും രേണുസുധി വളരെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉള്ള വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടൊന്നുമല്ല രേണുസുധി കരയുന്നത്. നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയതും നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു ജോസഫ് എന്ത് ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്ത് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുലിനെ പൊക്കിയെടുത്ത് പറയുക വന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര് അല്ലേ, ഞങ്ങൾക്ക് നീതി വേണ്ട. പിന്നെ നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചങ്ങനാശ്ശേരി ശരിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, അത് എന്താണ് സംഭവം. ഞങ്ങൾ പരാതിക്കാരാണ്, പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതിന് പറഞ്ഞുകൊണ്ടൊന്നുമല്ല രേണുസുധി കരയുന്നത്. പരാതി കൊടുത്തു, അതിന്റെ പ്രകാരം പേടിച്ചിട്ടുമല്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അവനിവിടെ വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം രേണുസുധി കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവനെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളല്ലേ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിയിട്ട്? ലോകത്ത് ഈ പറയുന്നവരൊക്കെ അയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ. ഞാനൊരു കാര്യം, ഈ 10 കെട്ടിലും പറഞ്ഞു, ഞാൻ ഈ നാളെ 10 കെട്ടിലും പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട്? CBI പോലെ അതിലൊന്ന് പറയുന്നവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മരിച്ചുപോയ എന്റെ സുധിച്ചേട്ടനും ഇല്ല പ്രശ്നം, ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBIയോ എന്റെ പുറകെ നടക്കാൻ? ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു പോലീസ് പഠിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത്? എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല. പിന്നെ എന്നെ അടി പറഞ്ഞത് ഇവിടെ പറ്റത്തില്ല, തെറ്റല്ലെന്നാണ് അവര് പറഞ്ഞത്. എനിക്കറിയത്തില്ലെന്നാ പറയുന്നത്. നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ? അവര് പറഞ്ഞത് തെറ്റല്ലെന്നാ പറയുന്നത്. ഇതിനൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങളെ ദേഷിക്കണോ സാറന്മാര്? ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ദേഷ്യം. ഞങ്ങളെല്ലാം തെറ്റ് ചെയ്തിട്ട് കൊല ചെയ്തിട്ട് വന്ന പോലെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോ അതിന് സ്വാധീനിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ, എന്നാന്നറിയില്ല. പക്ഷെ അതിന് കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ ദേഷ്യപ്പെടുന്ന പോലീസുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 2 പെണ്ണുങ്ങൾ വന്നാൽ ദേഷ്യപ്പെടണമെന്നാണോ? ഇത് എന്നെ പോലീസ് സ്റ്റേഷൻ അടി ജനമൈത്രി അല്ലേ? എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്.
ഞാനൊരു വിധവയാണ്. എന്റെ അടുത്ത് അത് പോട്ടെ, ഈ മാക്സിമം ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണ് ഈ അതുലെന്ന് പറയുന്ന ബ്ലോഗർ. ഇവിടെ അത് തീർക്കാൻ പറ്റത്തില്ല, കോടതി തീർക്കാമെന്ന് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. കോടതി തന്നെ പോവുക. ഒരു 2 പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തന്നെ ഞങ്ങൾ ദേഷ്യപ്പെട്ട് ചാടിച്ചു വിടുവാർക്ക് എന്ത് അക്രമവും നടത്താൻ എന്ത് എഴുതി പിടിപ്പിക്കും. അപ്പൊ ഇത്തരം വന്ന ഈ വീഡിയോസിന്റെ അടിയിലൊക്കെ രേണുസുധീനെ ആക്ഷേപിച്ചുകൊണ്ടും രേണുസുധീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ധാരാളം കമന്റുകൾ വരുന്നുണ്ട്. ആക്ഷേപിച്ചുകൊണ്ട് വരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ കോമഡി ആയിട്ടും കളിയാക്കിയിട്ടും വരുന്ന കമന്റുകളാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഷോർട്ട് ഫിലിം എന്തെങ്കിലും ആ പോലീസുകാർ കണ്ടിട്ടുണ്ടാവും, അതായിരിക്കും നിങ്ങളെ ചീത്ത വിളിച്ചത്, അവരെത്ര വെച്ചിട്ട് സഹിക്കുക, അങ്ങനെയാ ചീത്ത വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് വളരെ കോമഡി ആയിട്ടുള്ള കമന്റുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രേണുസുധിയിൽ പറയുന്നുണ്ട്, എന്റെ മരിച്ചുപോയ സുധിയേട്ടന് പോലും ഞാനിങ്ങനെ അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അതിന്റെ അടിയിലൊക്കെ ഉള്ള കമന്റ്, മരിച്ചുപോയ സുധിയേട്ടൻ അങ്ങനെ വന്ന് പറഞ്ഞിരുന്നോ എന്നൊക്കെ ഉള്ള കോമഡി ആയിട്ടുള്ള കമന്റുകളും ധാരാളമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പഴയ പോലെയല്ല, ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നിട്ടുണ്ടാവുക ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപമാനിച്ചു, ചാറ്റ് ചെയ്തു, അല്ലെങ്കിൽ പിന്നീട് മോശമായിട്ട് യൂസ് ചെയ്തു, അങ്ങനത്തെയൊക്കെ ഒരുപാട് കമന്റുകൾ പോലീസുകാർ നേരിടുന്നുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ കൈകാര്യം ചെയ്തിരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോഷണ ശ്രമം അങ്ങനത്തെ കേസുകളൊക്കെ ആയിരുന്നു കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ CCTV വന്ന ശേഷം പഴയ പോലെ മോഷണത്തിനൊന്നും ആരും ശ്രമിക്കുന്നില്ല. പോലീസുകാർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന കേസ് ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ടുള്ള കേസുകളായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടുള്ള അസഹിഷ്ണുത കൊണ്ടായിരിക്കാം പോലീസുകാർ ഒരുപക്ഷെ അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക. കാരണം അവർ ധാരാളം കേസുകൾ ഇതുപോലെ കാണുന്നുണ്ടായിരിക്കും സോഷ്യൽ മീഡിയ. അപ്പൊ ഈ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഉള്ള കേസുകൾ ചെല്ലുമ്പോൾ, ആവശ്യമില്ലാതെ സ്ത്രീത്വത അവമാനിച്ചുള്ള ആവശ്യമില്ലാത്ത കേസ് എന്നല്ല പറയുന്നത്, പക്ഷേ അവർക്ക് തന്നെ ഒരുപക്ഷെ അങ്ങനെ മടുത്ത രീതിയിലായിരുന്നിരിക്കും. അതായിരിക്കും ചിലപ്പോൾ പോലീസുകാർ അങ്ങനെ പെരുമാറിയതെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ രേണുസുധി എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് പോലീസുകാർക്ക് വ്യക്തിപരമായ വിരോധം ഉണ്ടായതുകൊണ്ട് അങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ അവർക്ക് അതിനോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് പെരുമാറി, അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും സോൾവ് ആയി പോകുന്നൊരു കേസ് സോൾവ് ആയി പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ പോലീസുകാർ അങ്ങനെ പെരുമാറിക്കാണുക. എന്തായാലും ഈ കേസിന്റെ ഭാവി എന്താണെന്നും ഇനി എന്ത് ഇതിൽ സംഭവിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. എന്തായാലും എല്ലാവർക്കും നന്ദി.